നിസ്സീമമായ പ്രവാചക സ്നേഹത്തിൻ്റെയും നിസ്തുലമായ ഈമാനിൻ്റെയും ഉജ്ജ്വല പ്രതീകമായിരുന്നു സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. അനുഗ്രഹങ്ങളുടെ മാണിക്യ കൊട്ടാരത്തിൽ സുഹൈബ് ജനിച്ചു. ജാഹിലിയ കാലത്ത് ഇറാഖിലേക്ക് നാടുവിട്ട അറബികളിൽപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെ പിതാവ് സിനാൻ ഇബ്നു മാലിക് ഇറാഖിലെ അൽ ഉബല്ല എന്ന പ്രദേശത്ത് കിസ്ര ചക്രവർത്തിയാൽ നിയമിതനായ ന്യായാധിപനും ഭരണാധികാരിയുമായിരുന്നു. മെസപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് നദിയുടെ താഴ്വരയിൽ തൻ്റെ പിതാവിൻ്റെ സുന്ദരമായ കൊട്ടാരത്തിൽ സൗഭാഗ്യവാനും അനുഗ്രഹീതനുമായി അദ്ദേഹം കളിച്ചു വളർന്നു. അതിനിടയിൽ ആ പ്രദേശങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായി. അവിടുത്തെ നിവാസികളെ അക്രമികൾ തടവുകാരാക്കി. ബാലനായ സുഹൈബും അതിൽപ്പെട്ടു. അദ്ദേഹം അടിമച്ചന്തയിലെ വിൽപ്പനച്ചരക്കായി തീർന്നു. ബാല്യവും യുവത്വത്തിൻ്റെ ആദ്യദശയും റോമിലെ പല പ്രദേശങ്ങളിലുമായി മാറി മാറി കഴിഞ്ഞു. അടിമച്ചന്തയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തെ മക്കയിലെത്തിച്ചു. അവിടെ അബ്ദുല്ലാഹിബ്നു ജദ്റാൻ്റെ അടിമയായി തീർന്നു. തൻ്റെ ബുദ്ധിസാമർഥ്യവും ചുറുചുറുക്കും കണ്ട് സന്തുഷ്ടനായ യജമാനൻ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും തൻ്റെ കൂടെ കച്ചവടത്തിൽ ഏർപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. റോമ പേർഷ്യൻ ഭാഷകൾ വശത്താക്കിയിരുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിൽ പ്രാവീണ്യം നേടി സമ്പത്തുണ്ടാക്കി മക്കയിൽ ആദരണീയനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സ്നേഹബന്ധമുണ്ടായിരുന്ന അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിൽ ആകൃഷ്ടനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തെക്കുറിച്ച് അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നു: ഒരു ദിവസം അർക്കമിൻ്റെ വീട്ടിനു മുമ്പിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. വീടിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടായിരുന്നു. ഞാൻ സുഹൈബിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അതേ ചോദ്യം എന്നോട് സുഹൈബ് തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മുഹമ്മദിനെ കാണണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുകയും വേണം. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും അതിന് തന്നെയാണ് വന്നത്. അവർ രണ്ടുപേരും അർക്കമിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. ഇസ്ലാം സ്വീകരിച്ചു. കുറേ സമയം അവിടെ ചെലവഴിച്ചു. വൈകുന്നേരം രഹസ്യമായി പുറത്തു കടക്കുകയും ചെയ്തു. അങ്ങനെ സുഹൈബ് അർക്കമിൻ്റെ വീട്ടിലേക്കുള്ള കവാടം കണ്ടുപിടിച്ചു. സന്മാർഗത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും കവാടം, ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും ക്ലേശം നിറഞ്ഞ കവാടം. ആ കവാടത്തിലൂടെ സുഹൈബ് സഞ്ചരിച്ചു. കൂർത്തുമൂർത്ത മുള്ളുകളും പരുപരുത്ത കരിങ്കൽ കഷ്ണങ്ങളും സുഹൈബിന് ചാഞ്ചല്യമുണ്ടാക്കിയില്ല. മക്കയിലെ ദീർഘമായ സംവത്സരങ്ങളിൽ അധ്വാനിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയ എല്ലാ സമ്പത്തും അതിനുവേണ്ടി ശത്രുക്കൾക്ക് അദ്ദേഹം വിട്ടുകൊടുക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന യാത്രക്കൊരുങ്ങിയ വിവരം സുഹൈബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ പങ്കെടുക്കണമെന്ന് സുഹൈബിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഖുറൈശികൾ അവരുടെ യാത്ര തടയാൻ ഗൂഢശ്രമം നടത്തി. സുഹൈബ് അവരുടെ കെണിയിലകപ്പെട്ടു. നബി തങ്ങളെ അനുഗമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് ഏകാഗിയായി മദീനയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഒരു ഖുറൈശി സംഘം അദ്ദേഹത്തെ വളഞ്ഞു യാത്ര തടയാൻ ശ്രമിച്ചു. സുഹൈബ് അവരോട് പറഞ്ഞു, ഹേ ഖുറൈശികളെ, ഞാൻ നിങ്ങളെക്കാൾ സമർത്ഥനായ ഒരു വില്ലാളിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നോട് അടുത്തു പോകരുത്. എൻ്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം വരെ ഞാൻ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. അത് കഴിഞ്ഞാൽ ഈ വാളുകൊണ്ട് പൊരുതും. ധൈര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ തടഞ്ഞാൽ മതി. അവർ പറഞ്ഞു, മക്കയിലൊരു പരമദരിദ്രനായ അടിമയായാണ് നീ വന്നത്. നീ അവിടെ നിന്ന് സമ്പാദിച്ച് ധനികനായി തീർന്നു. ഇന്ന് നിന്റെ സമ്പത്തുമായി നീ രക്ഷപ്പെടുന്നു. അത് പറ്റുകയില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രഹസ്യമായി സൂക്ഷിച്ച എൻ്റെ മുഴുവൻ സമ്പത്തും കൈവശപ്പെടുത്താം. എന്നെ എൻ്റെ പാട്ടിന് വിട്ടേച്ചാൽ മതി. അവർ സമ്മതിച്ചു. സുഹൈബ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പാദ്യം ഒളിപ്പിച്ചു വെച്ച സ്ഥലം അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ മക്കയിലേക്ക് തിരിച്ചുപോയി അത് തെരഞ്ഞു പിടിച്ച് സ്വന്തമാക്കി. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എല്ലാം വെടിഞ്ഞു ഏകനായി ഭീകര മരുഭൂമി താണ്ടി സുഹൈബ് മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഖുബായിലിരിക്കുകയായിരുന്നു. ഏകനായി തന്നെ സമീപിക്കുന്ന സുഹൈബിനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്താൽ വിളിച്ചു പറഞ്ഞു, സുഹൈബ്, നിങ്ങളുടെ ഈ കച്ചവടം ലാഭകരമായിട്ടുണ്ട്. നിങ്ങളുടെ ഈ കച്ചവടം ലാഭകരമായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ വാഴ്ത്തിക്കൊണ്ട് ഖുർആൻ അവതരിക്കുകയും ചെയ്തു. മനുഷ്യരിൽ ചിലർ സ്വന്തം ശരീരത്തെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മറുവിലയായി നൽകുന്നു. അത്തരം അടിമകളോട് അള്ളാഹു സ്നേഹമുള്ളവനാകുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു അത്തരക്കാരനായിരുന്നു. തൻ്റെ യുവത്വം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം വിലയായി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈമാൻ രക്ഷപ്പെടുത്തിയത്. ആ കച്ചവടം ലാഭകരമായിരുന്നു. അത് അള്ളാഹു സമ്മതിക്കുകയും ചെയ്തു. സുഹൈബിന് മറ്റെല്ലാം തന്നെ നഷ്ടപ്പെട്ടാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയും ഇഷ്ട കൂട്ടുകാരനുമായിരുന്നു സുഹൈബ്. ഭക്തിയിലും സൂക്ഷ്മതയിലും അനുപമനായ അദ്ദേഹം സരസഭാഷിയും ചിലപ്പോൾ തമാശപ്രിയനുമായിരുന്നു. ഒരിക്കൽ ഒരു കണ്ണിന് കണ്ണുരോഗം ബാധിച്ച അദ്ദേഹം പച്ച കാരക്ക തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ണിന് സുഖമില്ലാതെയാണോ പച്ച കാരക്ക തിന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ രോഗമില്ലാത്ത കണ്ണുകൊണ്ടാകുന്നു ഞാൻ തിന്നുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹു വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ബൈത്തുൽ മാലിൽ നിന്ന് തനിക്ക് കിട്ടുന്നതെല്ലാം അദ്ദേഹം അനാഥർക്കും അഗതികൾക്കും ധർമ്മം ചെയ്തു. വിശന്നവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. പരിധിയില്ലാത്ത ധർമ്മം കണ്ട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൈബ്, നിങ്ങളുടെ ധർമ്മം കുറച്ച് അധികമായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് അമിതവ്യയമായി തീരുമോ? സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷണം നൽകുന്നവനാണ് നിങ്ങളിൽ ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ധർമ്മം ചെയ്യുന്നത്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഘാതകന്റെ കുത്തേറ്റ് മദീന പള്ളിയിൽ വീണു. അന്നേരം സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അദ്ദേഹം ഇമാമായി തിരഞ്ഞെടുത്തത്. അനന്തരം ഖലീഫ തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചനാ സമിതി നിർദ്ദേശിച്ചു. പുതിയ ഖലീഫ അധികാരമേൽക്കുന്നതുവരെയുള്ള പ്രക്ഷുബ്ധവും പ്രതിസന്ധി നിറഞ്ഞതുമായ ദിനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി നമസ്കാരം നിർവഹിച്ചത് സുഹൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഈ അധികാരം സ്വഹാബികളുടെ ഇടയിൽ അദ്ദേഹം